ചാലക്കുടി മേലൂരിൽ സ്വയം പ്രസവം എടുത്തതിനെ തുടർന്ന് നവജാത ശിശു മരിച്ചു. ഒഡീഷ സ്വദേശി ഗുല്ലി ശാന്തി ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. വീട്ടിൽ വെച്ച് പ്രസവം നടത്തുകയും പൊക്കിൾക്കൊടി അറുത്തു മാറ്റിയതിന് പിന്നാലെ കുട്ടി മരിക്കുകയുമായിരുന്നു. അവര് പ്രഗ്നൻ്റ് ആയിരുന്നു. ആ പ്രഗ്നൻ്റായി അവർ ഹെൽത്തുകാർ അറിഞ്ഞത് തന്നെ വളരെ വൈകിട്ടാണ് ഹെൽത്തുകാർ അറിഞ്ഞതും. അവർ ഹെൽത്തുകാർ ചെന്ന് പറയുകയും അവർ ഹോസ്പിറ്റലിൽ പോകാൻ അവർ മടി കാണിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തുതന്നെയായാലും കൊച്ച് പ്രസവത്തിൽ ഇന്ന് പ്രസവിക്കുകയും കൊച്ച് കൈയോടെ മരിക്കുകയാണ് ഉണ്ടായത്. काम उधर गया था। उसके बाद वो 4:30 बजे डिलीवरी हुआ था। उस टाइम मुझे फ़ोन किया था, वो मेरा दोस्त फ़ोन किया था। उस टाइम में आया था, घर में आया था, रूम में आया था। उस टाइम में वो डिलीवरी हो गया था। उसके बाद मैं आने के बाद वो बीबी पूछा वो जिंदा नहीं है, बच्चा ऐसा वाला है। സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, അമിതമായ രക്തസ്രാവം മൂലമാണ് ഈ മരണം സംഭവിച്ചെന്ന് പറയുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ചാലക്കുടി മേലൂരിലാണ് ഈ ഒഡീഷ സ്വദേശികളായ ഗുല്ലിയും ശാന്തിയും താമസിച്ചു വന്നിരുന്നത്. പക്ഷേ ഈ ശാന്തി ഈ ഗർഭിണിയാണെന്ന വിവരം ആശാവർക്കർമാർ അറിയുന്നത് തന്നെ ഏറെ വൈകിയായിരുന്നു. പിന്നീട് ഇവർക്ക് വേണ്ട ചികിത്സയും നിർദ്ദേശവും എല്ലാം നൽകി എന്നുള്ളതാണ് ആശാവർക്കർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവരോട് ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകണം എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇന്ന് ഈ ശാന്തി പ്രസവിക്കുന്നത്. പക്ഷേ വീട്ടിൽ വെച്ച് ശാന്തി പ്രസവിക്കുന്നു. ഈ സമയത്ത് ഭർത്താവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ശാന്തിയും ഭർത്താവും ചേർന്ന് ഈ പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റി എന്നുള്ളതാണ്. അതിൽ ഭർത്താവ് പറയുന്നത് ശാന്തി തന്നെയാണ് ഈ പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റിയതെന്നുള്ളതാണ് ഭർത്താവ് വ്യക്തമാക്കുന്നത്. അങ്ങനെ ശാന്തി ഈ പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റി. പക്ഷേ അമിതമായ രക്തസ്രാവം ഉണ്ടായി. അങ്ങനെയാണ് ഈ നവജാത ശിശു കുട്ടി അപ്പോൾ തന്നെ മരിക്കുന്നത്. പിന്നീട് ഈ ശാന്തിക്കും അമിതമായ രക്തസ്രാവം ഉണ്ടായി. ഇതിനിടെ ഈ ഭർത്താവ് ഇടപെട്ട ഈ ആശാവർക്കറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. പക്ഷേ അപ്പോഴേക്കും ശാന്തിയുടെ രക്തസ്രാവം വലിയ രീതിയിൽ മൂർച്ഛിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ആംബുലൻസ് എത്തിച്ച് ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒഡീഷ സ്വദേശികൾ പറയുന്നത് ഇങ്ങനെയാണ്. തിങ്കളാഴ്ച അവർ ആശുപത്രിയിൽ എത്തിയിരുന്നു. പക്ഷേ ഈ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലാതിരുന്നതിനെ തുടർന്ന് ഡോക്ടറെ കാണാതെ മടങ്ങുകയായിരുന്നു. അല്ലാതെ തങ്ങൾ ആശുപത്രിയിലേക്ക് വരുന്നതിന് ബോധപൂർവ്വം മടി കാണിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ സ്വയം ചികിത്സയെ തുടർന്ന് ഇപ്പോൾ ഒരു നവജാത ശിശുവിൻ്റെ ജീവൻ അങ്ങനെ നഷ്ടമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഒരു ഗുരുതരമായ ഒരു വെല്ലുവിളി കൂടി ചൂണ്ടിക്കാട്ടുന്ന സ്കെയിൻ, അതായത് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആരോഗ്യം സംബന്ധിച്ച് എത്രത്തോളം ആ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങൾക്ക് എന്ന ചോദ്യചിഹ്നമാണ് ഈ സംഭവത്തെ തുടർന്ന് ഉയരുന്നത്. സ്കെയിൻ.